കിടക്കും മുൻപ് 5 മിനിറ്റ് പാദം മസാജ് ചെയ്യൂ. ശരീരത്തിലെ വ്യത്യാസങ്ങൾ അറിയാം. നമ്മുടെ ശരീരത്തിന് നടക്കാൻ ശേഷി നൽകുന്ന പ്രധാന ഭാഗമാണ് കാൽപാദം. ശരീരത്തിന്റെ മുഴുവൻ ഭാരവും തറയിൽ ഉറപ്പിച്ച് ശരീരത്തിന് ബാലൻസ് നൽകുന്ന ഭാഗം. എന്നാൽ ഈ ഒരു ധർമ്മം മാത്രമല്ല പാദം നിറവേറ്റുന്നത്. നാഡീ സംഗമ കേന്ദ്രം കൂടിയാണ് പാദം. ഇതിനാൽ തന്നെ പാദസംബന്ധമായ കാര്യങ്ങൾക്കും പ്രാധാന്യമേറും. നാഡീകേന്ദ്രം ആയതുകൊണ്ട് തന്നെ കിടക്കുവാൻ നേരം പാദത്തിനടിയിൽ അല്പനേരം മസാജ് ചെയ്യുന്നത്, പ്രത്യേകിച്ചും അല്പം എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ പുരട്ടി മസാജ് ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ് ലഭിക്കുക എന്നറിയാം. ഒന്നാമതായി, വേദന ഇല്ലാതാക്കാം. നമ്മളെ ബാധിക്കുന്ന പലതരം വേദനകൾക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു പരിഹാരം കൂടിയാണ് കിടക്കാൻ നേരത്തുള്ള പാദം മസാജ്. മൈഗ്രെയിൻ തലവേദന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് നല്ലൊരു മരുന്നാണിത്. ഇതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾക്കും വേദനകൾക്കുമെല്ലാം ഇതേറെ ഉത്തമമാണ്. സ്ത്രീകളിൽ സിസേറിയന് ശേഷം ഉണ്ടാകുന്ന വേദന വരെ കുറയ്ക്കുവാൻ ഇതേറെ നല്ലതാണ്. രണ്ടാമതായി, സ്ട്രെസ് കുറയും. പ്രത്യേകിച്ചും ഇൻസോംനിയ പോലെയുള്ള അവസ്ഥകളെങ്കിൽ ഉറക്ക പ്രശ്നമുള്ളവർ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ് പാദ മസാജ്. സ്ട്രെസ്, ടെൻഷൻ എന്നിവയിൽ നിന്നും വിടുതൽ നൽകുന്ന ഒന്നുകൂടിയാണ് പാദം മസാജ്. കിടക്കുവാൻ നേരത്ത് പാദം മസാജ് ചെയ്യുന്നത് കൊണ്ട് സ്ട്രെസ് കുറയ്ക്കുവാനും ഇതുവഴി നല്ല ഉറക്കം ലഭിക്കുവാനും സഹായിക്കും. ഡിപ്രഷന് പരിഹാരം കാണുന്നതിനും ഇത്തരത്തിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. മൂന്നാമതായി, സൗന്ദര്യ സംരക്ഷണ വഴി. സൗന്ദര്യ സംരക്ഷണ വഴി കൂടിയാണ് ഇത്. പാദത്തിലെ നാഡികളിലൂടെ എണ്ണമയം ചർമ്മത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. കാലിനടിയിലും പാദത്തിലും കിടക്കുവാൻ നേരം മസാജ് ചെയ്യുന്നത് വരണ്ട ചർമ്മത്തിനുള്ള നല്ലൊരു പരിഹാരമാണ്. ഉപ്പൂറ്റി വിണ്ടു പൊട്ടുന്നത് തടയുവാനും ഇതേറെ നല്ലതാണ്. വരണ്ട ചർമ്മം ഉള്ളവർക്ക് ഇതേറെ ഗുണം നൽകുന്ന ഒന്നാണ്. ബദാം ഓയിലോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സിസ്റ്റോളിക് ട്രൈഗ്ലിസറൈഡുകൾ, BP എന്നിവ നിയന്ത്രിക്കുവാൻ കിടക്കാൻ നേരമുള്ള പാദ മസാജ് സഹായിക്കുമെന്ന് ഒരു കൊറിയൻ പഠനം തെളിയിച്ചിട്ടുണ്ട്. BP കുറയ്ക്കുവാനുള്ള സ്വാഭാവിക വഴിയാണ് പാദ മസാജ്. സ്ട്രെസ് കുറയുന്നതിലൂടെ BP നിയന്ത്രണത്തിനും നല്ല ഉറക്കം ലഭിക്കുന്നതിലൂടെ ഉറക്കക്കുറവ് മൂലമുള്ള BP സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാകുന്നു. ഇത് ഓക്സിജൻ പ്രവാഹവും രക്തപ്രവാഹവും വർദ്ധിപ്പിക്കും. കാലിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതിനാൽ കാൽ തരിക്കുക പോലുള്ള പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്.